46 ലക്ഷത്തോളം വരുന്ന നാടാർ സമുദായത്തോട് കാണിച്ചിരിക്കുന്നത് ഒരു സാമൂഹ്യ നീതിയല്ല. ഒരു മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഒരു ഓഫീസറോ ഏതൊരു വകുപ്പിലും നമുക്ക് ആരുമില്ലാത്തൊരവസ്ഥയായി. നാടാർ സമുദായത്തെ ഒരു അവഹേളിക്കുന്ന ഒരു രീതിയാണ് ഈ മന്ത്രിസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ഞങ്ങളെ പരിപൂർണമായിട്ട് തഴഞ്ഞൊരവസ്ഥയാണ്. നാടാർ സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റേതെങ്കിലും സമുദായങ്ങൾക്ക് പ്രീണനം ചെയ്യുന്നൊരു നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ ഭരണം നമ്മൾ നാടാർ മക്കളെ നെഞ്ചി ചവിട്ടിയിട്ട് ഭരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയോട് നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കും. കേരള നാടാർ മഹാജന സംഘം ഓഫീസ് അല്ലേ? 1964 രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരള നാടാർ മഹാജന സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. അതെ സാർ, ഇതിന്റെ പ്രസിഡന്റാണ്. ഞാൻ എൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. ഇദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സർക്കാരിനോട് പ്രതിഷേധം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം 46 ലക്ഷത്തോളം വരുന്ന നാടാർ സമുദായത്തോട് കാണിച്ചിരിക്കുന്നത് ഒരു സാമൂഹ്യ നീതിയല്ല. കാരണം UDF മന്ത്രിസഭയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ശ്രീ ശക്തൻ നാടാർ മന്ത്രിയാകുന്നത് തന്നെയാണ്. അദ്ദേഹത്തെ സീനിയർ നേതാവാണ്. അപ്പം മന്ത്രിസഭയിൽ യാതൊരു പരിഗണന തന്നില്ല എന്ന് മാത്രമല്ല, നാടാർ സമുദായം മൊത്തമായിട്ട് നാടാർ സമുദായത്തെ ഒരു അവഹേളിക്കുന്ന ഒരു രീതിയാണ് ഈ മന്ത്രിസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ. കാരണം ഈ ഇലക്ഷനിൽ UDFൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നാടാർ സമുദായം വഹിച്ച പങ്ക് അത് UDF സർക്കാരിനും കോൺഗ്രസിനും പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. അവരുടെ ആ വിജയത്തിന് മൂലക്കല്ലായിട്ടുള്ള നാടാർ സമുദായത്തെ തികച്ചും ഒറ്റപ്പെടുത്തിയ ഒരു നിലപാടാണ് UDFൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി നാടാർ സമുദായത്തിന് 2 മന്ത്രിസ്ഥാനമെങ്കിലും കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. കൂടാതെ ബോർഡ് കോർപ്പറേഷനിൽ ഇനി വീതം വയ്ക്കുകയാണ്. ബോർഡ് കോർപ്പറേഷൻ വീതം വയ്ക്കുമ്പോൾ നാടാർ സമുദായത്തിലെ തന്നെ സീനിയറായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ശ്രീ പാളയ അശോക് സാറ്, അതുപോലെ പ്രേംകുമാർ, അദ്ദേഹം ഇപ്പോൾ UDF-ആയിട്ട് സഹകരിച്ചിരിക്കുകയാണ്. അവരെയൊക്കെ ഇതിൻ്റെ നടൻ പ്രേംകുമാർ, മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ, അവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഡോക്ടർ പാളയ അശോക് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ പാളയ അശോക് സാർ, അദ്ദേഹം നാടാർ സമുദായത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അവർക്കൊക്കെ അർഹമായിട്ടുള്ള പ്രാതിനിധ്യം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇനിയും വരുന്ന കാലത്ത് ഇലക്ഷൻ വരും. അപ്പോൾ ഇപ്പോൾ ഒരു വൻ വിജയം നേടിയെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഏതൊരു പാർട്ടിക്കും അങ്ങനെ എല്ലാ കാലത്തും വിജയത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നാടാർ സമുദായത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ തീരുമാനിക്കും ആര് ജയിക്കണമോ ആര് തോൽക്കണമോ എന്നുള്ള ഡിസൈഡിങ് ഫാക്ടറാണ് ഞങ്ങൾ. അപ്പോൾ ഉയർച്ചയിലേക്ക് ഇരിക്കുമ്പോൾ നമ്മളെ അവഹേളിക്കുകയും വോട്ട് ബാങ്കായിട്ട് മാത്രം നമ്മളെ കാണുന്നതായിട്ടുള്ള ഒരു രീതി ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സാമൂഹ്യ നീതി ഞങ്ങൾക്ക് ഉറപ്പാക്കണം. എല്ലാ സമുദായത്തിനും ലഭിക്കുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം. അർഹമായിട്ടുള്ള മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് ലഭിക്കണം. ബോർഡ് കോർപ്പറേഷനിലും അർഹമായിട്ടുള്ള ഞങ്ങളുടെ അവകാശങ്ങൾ നമുക്ക് ലഭിക്കണം. അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളിൽ മുമ്പോട്ട് പോകുന്നത് സർക്കാരിന് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മുൻ നേതാക്കൾ, കോൺഗ്രസിൻ്റെ മുൻ നേതാക്കളാണ് ഈ ബിൽഡിങ്ങും ഈ സ്ഥലവും നമുക്ക് അനുവദിച്ചു തന്നത്. അന്ന് മുതൽ കോൺഗ്രസ് പാർട്ടിയോട് ഞങ്ങൾക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഞങ്ങൾ ഈ ഇലക്ഷനും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, ഞങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി അക്ഷീണം ഞങ്ങൾ പ്രവർത്തിച്ചു. പക്ഷേ ജയിച്ചു വന്നപ്പോൾ പ്രബല സമുദായത്തിൽപ്പെട്ടവരെ മാത്രം മന്ത്രി സ്ഥാനങ്ങളും അങ്ങനെയുള്ള കൊടുക്കുകയും ഞങ്ങളുടെ ഈ ഒരു സമുദായത്തെ മാത്രം അവഹേളിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. വളരെയേറെ മാനസിക വിഷമം ഞങ്ങൾക്കുണ്ട്. കാരണം ഇതിൽ ഈ പറഞ്ഞതുപോലെ ഡോക്ടർ പാളയം അശോകൻ സാറും അതുപോലെ തന്നെ ഫിലിം ഡയറക്ടറായിരുന്ന ആക്ടർ പ്രേംകുമാർ സാറ്, അപ്പോൾ അവരൊക്കെ ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി മുൻനിരയിൽ നിൽക്കുന്നവരാണ്. ഞങ്ങളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നവരാണ്. ആദ്യം അരുവിക്കര ഇലക്ഷന് ഡോക്ടർ പാളയ അശോകനെ നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ വളരെയേറെ സന്തോഷിച്ചു. ഞങ്ങളുടെ നേതാവാണല്ലോ. പക്ഷേ അദ്ദേഹം നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായും അരുവിക്കര ജയിക്കുമായിരുന്നു. കാരണം അവിടെ ഞങ്ങളുടെ പ്രാതിനിധ്യം വളരെ വലുതാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രാതിനിധ്യത്തിലൂടെ ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഒത്തിരിയേറെ നേതാക്കൾ ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, കോൺഗ്രസിലേക്ക് ജയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ആരെയും പരിഗണിക്കാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമവും പ്രതിഷേധവുമാണ് ഞങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും നാടാർ മഹാജന സംഘത്തിൽ നമുക്ക് നാടാർ കമ്മ്യൂണിറ്റിയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതിൽ എന്തായാലും നമ്മുടെ സംഘടനയ്ക്ക് പ്രതിഷേധം എന്തായാലും ഉണ്ടാകും. നമ്മുടെ സമുദായത്തിന് മൊത്തത്തിൽ 46 ലക്ഷത്തോളം വരുന്ന നാടാർ കമ്മ്യൂണിറ്റിയിൽ വരുന്നവരെ പരിഗണിക്കാത്തതിൽ നമുക്കതിൽ പ്രതിഷേധമുണ്ട്. നമ്മളിൽ നിന്ന് ഒരു 2 മന്ത്രിസ്ഥാനമെങ്കിലും വരുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അത് കിട്ടാത്തതിൽ നമുക്ക് എന്തായാലും ഈ പാർട്ടിയിലൂടെ നമുക്ക് എന്തായാലും പ്രതിഷേധമുണ്ട്. അത് നമ്മൾ വരും കാലയളവിൽ നമ്മളത് അറിയിക്കുന്നതായിരിക്കും. നല്ലൊരു തീരുമാനം വന്നില്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും അല്ലേ? വലിയ പ്രതിഷേധം നമ്മൾ പറയുന്നതല്ല, അത് കാണിച്ചു കൊടുക്കും. എന്തായാലും കേരളത്തിനകത്ത് 46 ലക്ഷത്തോളം നാടാർ ജനങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് കാണിച്ചു കൊടുക്കാൻ സർക്കാരിനത് അറിയാമെന്നുള്ളതുമാണ്. അപ്പോൾ അതിന് ഒന്നേന്ന് നമ്മളത് കാണിച്ചു കൊടുക്കും.
അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ സമുദായത്തിനെ കുറച്ച് താഴ്ത്തി വെച്ചും കൊണ്ടുള്ളൊരു പോക്കാണ് കാണുന്നത്. ലക്തി സഭയിലുള്ള ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നമൊക്കെ വന്ന സമയത്ത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് പോയി കണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാടാർ സമുദായത്തിന് മാത്രം അത് അയാളുടെ തിരക്കിൻ്റെ ഇടയിൽ നമ്മളെ കാര്യം ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുള്ളതാണെന്നറിയില്ല. പളയ അശോകൻ ചേട്ടായി അതൊക്കെ നമുക്ക് സംഘടനാപരമായിട്ട് നല്ല സഹായങ്ങൾ നമുക്ക് ചെയ്യുന്ന ആളാണ്. പ്രേംകുമാർ സാറ്, അപ്പോൾ സാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓഫീസിൽ വരെയും നമ്മളുമായിട്ടൊക്കെ എല്ലാം നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ ആരെയും ഈ പാർട്ടി ഇപ്പോഴത്തെ അവസ്ഥയിൽ പരിഗണിച്ചിട്ടില്ല. വി.ഡി. സതീശൻ സാറ് മുഖ്യമന്ത്രി നല്ലൊരു മനുഷ്യനാണ്. കാരണം എല്ലാവരും തുല്യരായി കണ്ട് നല്ല ഇടപെടലുകൾ നടത്തുന്ന നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ സമുദായത്തിൻ്റെ ആവശ്യം കാണാതെ പോകില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാണുക തന്നെ വേണം. കാരണം 46 ലക്ഷം ജനങ്ങളെ എല്ലാ കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടിയോടൊത്ത് ശക്തമായിട്ട് നിന്ന് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് ഇത് ഇപ്പം നമുക്ക് 2 മന്ത്രിയെ തരാമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഭരണം നമ്മൾ നാടാർ മക്കളെ നെഞ്ചി ചവിട്ടിയിട്ട് ഭരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയോട് നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കും. നമ്മുടെ സമുദായത്തിന് ഒരു മന്ത്രിയെങ്കിലും തരാമായിരുന്നു സതീശൻ സാറ്. എന്തായാലും KNMS എന്തായാലും തീർച്ചയായിട്ടും ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കും. നമ്മളെ പരിഗണിക്കണം, ഇപ്പോഴത്തെ സർക്കാർ നമ്മളെ പരിഗണിക്കണം. പിന്നെ അതാണ് നമ്മുടെ ആവശ്യം, KNMSൻ്റെ ആവശ്യം അതാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലത്തീൻ സഭയുടെ മേലധികാരികൾ കാണാൻ പോയി. അപ്പോൾ അതിനേക്കാളും വലിയ ഒരു അവസരമില്ലായ്മയാണ് നാടാർ സമുദായത്തിനുള്ളത്. അപ്പോൾ നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ സർക്കാർ കണ്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിഞ്ഞു പോലും നോക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ 2 പേർക്ക് 2 നീതി എന്നുള്ള ഒരിക്കലും ശരിയല്ല. തിരുവനന്തപുരത്ത് നാടാർ സമുദായം പ്രബലമായിട്ടൊരു ശക്തിയാണ്. വിഴിഞ്ഞ ഹാർബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാടാർ സമുദായത്തിൻ്റെ പിന്തുണ, അവർ ചെയ്തിട്ടുള്ള സംഭാവനകൾ, അവർ ഭൂമി ദാനം ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് നാടാർ സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റേതെങ്കിലും സമുദായങ്ങൾക്ക് പ്രീണനം ചെയ്യുന്നൊരു നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. എല്ലാ സമുദായങ്ങളെയും ഒരുപോലെ കാണണം, എല്ലാ സമുദായങ്ങൾക്കും തുല്യനീതി ഉണ്ടാവണം, എല്ലാ സമുദായങ്ങൾക്കും അഭിമാനത്തോടു കൂടി അധികാര സ്ഥാപനങ്ങളിൽ എത്താനുള്ള ഒരു തീരുമാനം കൂടെ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ലത്തീൻ സമുദായത്തിന് നിലവിലൊരു മന്ത്രി അവർ എടുത്തു കഴിഞ്ഞു. അപ്പം 46 ലക്ഷം വരുന്ന നാടാർ സമുദായത്തിന് വേണ്ടി ഒരു മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലൊരു ഓഫീസറോ ഏതൊരു വകുപ്പിലും നമുക്ക് ആരുമില്ലാത്തൊരവസ്ഥയായി. ഞങ്ങളെ പരിപൂർണമായിട്ട് തഴഞ്ഞൊരവസ്ഥയാണ്, ഞങ്ങളെ തഴഞ്ഞവർ. അപ്പോൾ ഇനിയുള്ള കോർപ്പറേറ്റുകളിലും മറ്റു ഞങ്ങളുടെ കഴിവുള്ള നാടാർ സമുദായത്തിലെ നേതാക്കളുണ്ട്. അപ്പം നാടാർ സമുദായത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ പരിഗണിക്കേണ്ടതാണ്, വളരെ അത്യന്താവശ്യമാണ്. കാരണം നമ്മൾ ഏറ്റവും അതമ്പതിച്ച് കിടക്കുന്ന ഒരു സമുദായമാണ് ഇപ്പോൾ. അപ്പം മറ്റുള്ള സമുദായക്കാരെല്ലാം പ്രബലരായി എല്ലാ മേഖലകളിലും. അപ്പം നാടാർ സമുദായത്തിൽപ്പെട്ട ഞങ്ങൾ സാംസ്കാരിക രംഗങ്ങളിലൊന്നും ഒരു മേഖലകളിലും രാഷ്ട്രീയ തലത്തിലായാലും ശരി ഞങ്ങൾ അവഗണിച്ചിട്ടിരിക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം ഈ ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ സാറും ഈ ഗവൺമെൻറ്റും നമ്മളെ പരിഗണിച്ചേ പറ്റുള്ളൂ. പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധം തീർച്ചയായും അറിയിക്കും. ഞങ്ങൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ മഹാശക്തി ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നല്ലോ പ്രേംകുമാർ സാർ. അദ്ദേഹം എന്ത് നന്നായിട്ടാണ് നമ്മുടെ സമുദായത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷകരമായ കാര്യമാണ്. കാരണം അദ്ദേഹം ചെയർമാനായിട്ടിരുന്നു കൊണ്ട് ആ ഒരു മേഖല നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പോയ ആളാണ്. പക്ഷെ രണ്ടാമത് അദ്ദേഹത്തെ പുറത്താക്കി. അപ്പോൾ അത് നമ്മളെ സമുദായത്തോട് കാണിച്ചൊരു അവഗണനയാണ്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ആ ഒരു പദവി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യും എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തെയും പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ പാളയം അശോകൻ സാർ, അപ്പോൾ നമ്മുടെ സമുദായത്തിന് വേണ്ടിയും നമ്മുടെ സമുദായത്തിൽ തലമുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെയും ഈ പുതിയ ഒരു നിയമനത്തിലേക്ക് പരിഗണിക്കണം എന്നാണ് നമ്മുടെ KNMSൻ്റെ ആവശ്യം.